വഴുതിരിങ്ങ പൊരിച്ചെടുക്കാനായിട്ട് വഴുതിരിങ്ങ നമ്മൾ ഇതേപോലെ നീളനെ കഴുകി വൃത്തിയാക്കി നീളനെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളകും പൊടി പരട്ടാം. നമ്മളിതിലേക്ക് കുരുമുളകും പൊടിയും മുളകും പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി അത് നമുക്ക് കൂട്ടി തിരുമ്മി എടുക്കാം. വഴുതിനിങ്ങ ഇതേപോലെ വറുത്ത് കഴിഞ്ഞാൽ നല്ല ചൊടിയാണ് ചോറുണ്ണാൻ. ചോറുണ്ണാൻ മാത്രമല്ല വെറുതെ തിന്നാം. മീൻ വറുത്ത പോലെ ഇരിക്കും. പച്ചക്കറി കൂട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്താൽ മതി. പിന്നെ നമ്മൾ കൂട്ടി തിരുമ്മി എടുത്തു. ഇനി ഇതൊരു 10 മിനിറ്റ് വെക്കുക, എന്നിട്ട് വറുത്തെടുക്കാം. വഴുതിരിങ്ങ മസാല പറ്റിയ വഴുതിരിങ്ങ വറുത്തെടുക്കാം. അതിന് നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിലായാലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്കത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ വഴുതിനിങ്ങ എല്ലാം വെച്ച് കൊടുത്തു. ഇനി നമ്മൾ എല്ലായിടത്തേക്കും ഓയിലൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തേക്കും ഓയിലായിട്ടുണ്ട്. ഇനി നമുക്കത് ചെറുതീയിലിട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. പിന്നെ നമ്മളിത് ഒരു വശം ഉരിഞ്ഞ് വരുന്നിട്ട് നമുക്ക് മറിച്ചിട്ടിട്ട് അടുത്ത വശം ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല മറിച്ചിട്ട് കൊടുക്കാം. നമ്മളെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിക്കണം, മൊരിയിച്ചെടുക്കണം. നമുക്ക് വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മൊരിച്ചെടുക്കണം. കണ്ട, അപ്പം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം കൂടി മൊരിഞ്ഞ് വരണം. അങ്ങനെ നമ്മളെ രുചിയുള്ള വഴുതിരിങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്.